പെരുന്നാൾക്ക് 2 ദിവസം മുന്നേ തന്നെ മൈലാഞ്ചിയിലിട്ട് നിന്നിട്ട് പെരുന്നാൾ മഴ കൊണ്ടുപോയി ഗായ്സ്. പെരുന്നാൾ ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ എല്ലാവർക്കും പനി പിടിച്ച്. ആദ്യം പെരുന്നാൾ ആഘോഷിക്കേണ്ട ശരിക്കുള്ള ആൾക്ക് പനി പിടിച്ച്. ആമിക്ക് തന്നെ ഫസ്റ്റ് പനി പിടിച്ച്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഭയങ്കര കോൺഫിഡൻസിൽ പറഞ്ഞു, ഇത് നീ പേടിക്കൊന്നും വേണ്ട, ഞങ്ങളെല്ലാവരും കൂടി നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരാം, നീ പേടിക്കൊന്നും വേണ്ടാന്ന്. എന്നിട്ട് നമ്മളേക്ക് ഉച്ചയായപ്പോഴേക്ക് ഇവിടുത്തെ എല്ലാവരും വീണ് ഓരോരാളായിട്ട് പനി പിടിച്ച് വയറിന് സുഖമില്ലാണ്ടായി. എന്തോ ഇൻഫെക്ഷൻ എല്ലാവർക്കും കൂടെ വന്നു. അപ്പോൾ പിന്നെ വാങ്ങി വെച്ച ചിക്കനും എല്ലാ സാധനവും വേസ്റ്റായി. വൈകുന്നേരം ആയപ്പോഴേക്ക് ആമി എല്ലാ ചിക്കനും എല്ലായിടത്തേക്കും കുറച്ച് കുറച്ചാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് കൊണ്ടുത്തന്ന്. അപ്പോൾ എനിക്കും കിട്ടി ഒരു പൊതി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇന്ന് രാത്രി തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന്. ഇവിടെ നല്ല മഴയാട്ട, പെരും മഴ പിടിഞ്ഞ് മനുഷ്യന്. അപ്പോഴേക്കും കറണ്ടും പോന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു രാത്രി ആകുമ്പോഴേക്ക് കുറച്ച് ചിക്കൻ കറിയെല്ലാം വെച്ചിട്ട് അതാകുമ്പോൾ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ കേട് വരുമെന്ന്. അങ്ങനെ ഞാൻ പിന്നെ റാഗീൻ്റെ റൊട്ടിയാക്കാമെന്ന് വിചാരിച്ചു. റാഗീൻ്റെ ചപ്പാത്തി എന്ത് വേണമെങ്കിൽ പറയാനില്ല. അപ്പം അത് നല്ല കേട്ടാ. നമുക്ക് ഇങ്ങനെ മറ്റേ പത്തര തിന്നുന്ന ഒരു ടേസ്റ്റാണ് ഇതിന്. വലിയ നമുക്ക് ടേസ്റ്റ് പിടിക്കാത്ത ടേസ്റ്റൊന്നുമല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്കേ ഉണ്ടാക്കും. ഞാനിപ്പോൾ ഇവിടെ വീക്ക്ലി വൺസ് ഞാൻ എന്തായാലും റാഗി എങ്ങനെയെങ്കിലും ആയിട്ട് കഴിക്കാൻ കൊടുക്കലുണ്ട്. ഒന്നെങ്കിൽ ഞാനിങ്ങനെ മണ്ണി പോലെ ആക്കിയിട്ട് കുറച്ച് ലൂസാക്കിയിട്ട് അങ്ങനെ കുഞ്ഞിക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ റൊട്ടി പോലെ ആക്കി. ഇതിലേക്ക് നെയ്യും കൂടി ഇട്ടാലുണ്ടല്ലോ അടിപൊളിയായിട്ടാണ്. പിന്നെ നല്ല വറുത്തരച്ച ചിക്കൻ കറി. എനിക്കിത് ഈ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായി. ഒരു നാട്ടിൽ ഓർമ്മ വരുമ്പോൾ ഞാൻ ഇതാണ് ഉണ്ടാക്കൽ. ഇതിപ്പം നമ്മൾ അരീൻ്റെ പത്തലുണ്ടാക്കുന്നല്ലോ അതുപോലെ തന്നെയാണ് റാഗീൻ്റെ റൊട്ടി ഉണ്ടാക്കൽ. അപ്പം ഇന്നത്തെ ഡിന്നർ ഇതെല്ലാമാണ്. അപ്പം അത്രേ ഉള്ളൂ.